ഹലോ വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് പാരഗ്രാഫാണ്, വായിക്കാം എഴുതാം. ശബ്ദങ്ങൾക്ക് ഭാഷയിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്തെങ്കിലും ഒരാശയം മനസ്സിലാക്കാനോ മനസ്സിലാക്കിക്കാനോ ആണല്ലോ നാം ഭാഷ ഉപയോഗിക്കുന്നത്. അർത്ഥയുക്തമായ ഭാഷാ ഘടകങ്ങൾ ഉണ്ടായാലേ അത് സാധ്യമാക്കൂ. അതുകൊണ്ടാണ് ഭാഷയിൽ ശബ്ദം പ്രധാനമാണ് എന്ന് പറയുന്നത്. ശബ്ദത്തിന് പ്രകൃതി, ധാതു എന്നിങ്ങനെയും പേരുകളുണ്ട്. ചില ഉദാഹരണങ്ങൾ നോക്കാം. അയാൾ വീട്ടിൽ പോകുന്നു എന്ന വാക്യം നോക്കുക. ഈ വാക്യത്തിലെ വീട്ടിൽ എന്ന പദത്തെ രണ്ടായി വിഭജിക്കാനാവും. വീട്, ഇൽ എന്നിങ്ങനെ. ഇതിലെ വീട് ഒരു ശബ്ദവും പ്രകൃതി, ഇൽ പ്രത്യയവുമാണ്. പ്രകൃതിയും പ്രത്യയവും ചേർന്നാണ് പദം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഭാഷയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ശബ്ദങ്ങൾക്ക് ഭാഷയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഭാഷ ഉപയോഗിക്കുന്നത് എന്തിന്? ഭാഷ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞത്? സംസാരിക്കുന്നതിനും എഴുതുന്നതിനും മാത്രം. ഏതെങ്കിലും ഒരു ആശയം മനസ്സിലാക്കുന്നതിനോ മനസ്സിലാക്കിക്കുന്നതിനോ സാഹിത്യരചനകൾ നടത്തുന്നതിനു വേണ്ടി, സാഹിത്യകൃതികളും മറ്റും വായിച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടി. അതിലേതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി ആണ്. ഏതെങ്കിലും ഒരു ആശയം മനസ്സിലാക്കുന്നതിനോ മനസ്സിലാക്കിക്കുന്നതിനോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ. ആശയം മനസ്സിലാക്കാനും മനസ്സിലാക്കിക്കാനും ഉണ്ടായിരിക്കേണ്ട ഭാഷാ സവിശേഷത എന്താണ്? എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, അർത്ഥയുക്തമായ ഭാഷാ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. സി ക്വസ്റ്റ്യൻ, ശബ്ദത്തിന് പറയുന്ന മറ്റൊരു പേരെന്ത്? ശബ്ദത്തിന് പറയുന്ന മറ്റൊരു പേര്, ഒന്ന് പ്രകൃതി എന്ന് പറയുന്നത് ശരിയാണ്. ശബ്ദത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. രണ്ടാമത്തേത് ധാതു. ധാതു എന്ന് പറയുന്നത് ശബ്ദത്തിന് പറയുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി ക്വസ്റ്റ്യനില് ഭാഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞു. എന്തിനാണ്? ശബ്ദങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ളത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, വീട്ടിൽ എന്ന പദത്തിലെ ശബ്ദം, അതായത് പ്രകൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അതില്? വീട്. വീട്ടിൽ എന്ന പദത്തിലെ ശബ്ദം ഏതാണ്? ഓപ്ഷൻ എ, വീട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ക്വസ്റ്റ്യൻ പോസ്റ്റർ നിർമ്മാണമാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലെ കിളി എന്ന കഥ ഓർമ്മയുണ്ടല്ലോ. 2026 മാർച്ച് 30 കൊടക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടക്കുന്ന മികവ് ഉത്സവത്തോടനുബന്ധിച്ച് ഈ കഥ നാടകമായി അവതരിപ്പിക്കുന്നു. അതിന്റെ പ്രചരണാർത്ഥം പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്താണ് മികവുത്സവം, അതാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഏത് സ്കൂളിലാണ് നടക്കുന്നത്? കൊടക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ എന്താ നടക്കുന്നത്? 2026 മാർച്ച് 30 എന്ത് നടക്കുന്നു? മികവുത്സവത്തോടനുബന്ധിച്ച് മനസ്സിലെ കിളി എന്ന കഥ നാടകമായി അവതരിപ്പിക്കുന്നു. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു പോസ്റ്റർ, മികവോത്സവം, നാടക അവതരണം, എന്താ നാടകം? മനസ്സിലെ കിളി എന്ന കഥ 2026 മാർച്ച് 30 എവിടെ നടക്കുന്നത്? കൊടക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ. അപ്പൊ അങ്ങനെ പോസ്റ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി. അയാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് തോന്നി. ഈ വരികൾ നമ്മോട് പറയുന്നതുണ്ട്. അയാൾ കിളികളെ വളർത്തുന്നുണ്ടായിരുന്നു. അയാൾ ഏകാന്തത അനുഭവിച്ചിരുന്നു. അയാളുടെ വീട്ടിൽ ധാരാളം കിളികൾ ഉണ്ടായിരുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? 2 മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അയാൾ ഏകാന്തത അനുഭവിച്ചിരുന്നു. 2 മാത്രം ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി. രണ്ടാമത്തെ സി ക്വസ്റ്റ്യൻ, പറഞ്ഞ വാക്ക് പിന്നെ ആന വലിച്ചാലും പോരില്ല. ശരിയായ ആശയം തെരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. വിവേകമില്ലാതെ സംസാരിക്കുന്നത് അപകടമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. വിവേകമില്ലാതെ സംസാരിക്കുന്നത് അപകടമാണ്. അടുത്തത്
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കഥാപാത്ര നിരൂപണമാണ്. പെയ്തു തീരാത്ത സ്വപ്നം പോലെ എന്ന പാഠഭാഗത്തിലെ സാറയെയും അലിയെയും ഓർമ്മയില്ലേ? അനീതിയെ സഹായിക്കുന്ന അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന, തന്റെ പരിമിതികൾ മറ്റാരെയും അറിയിക്കാൻ ആഗ്രഹിക്കാത്ത കുട്ടിയായ അലിയെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. അപ്പൊ അലിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അലിയുടെ കഥ, അലി എന്നത് പെയ്തു തീരാത്ത സ്വപ്നം എന്ന സ്വപ്നം പോലെ എന്ന കഥയിലെ കഥാപാത്രമാണ് ആരെന്ന് പറയുന്നത്? അലി എന്ന് പറയുന്നത്. അത് ആരാണ് എഴുതിയത്? പിന്നെ അതിലെ അലിയുടെ കുടുംബമാണ് അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ. അപ്പൊ അലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം ആ കുട്ടി എന്താണ്? അനിയത്തിയെ സ്നേഹിക്കുന്ന, അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്ന, തന്റെ പരിമിതികൾ മറ്റാരെയും അറിയിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? അലി. അത്രയും കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ കുട്ടിയെ കുറിച്ച് അലി എന്ന് എഴുതിയിട്ട് കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ, കുട്ടിയുടെ കാര്യങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ ഒരു ഇത് കാണുന്നിട്ടുണ്ട് അല്ലെ? തന്നിരിക്കുന്ന ചിത്രത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിപ്പാക്കുക. ഇവിടെ എന്താണ്? പണ്ടൊക്കെ കുട്ടികൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിച്ചുകൊണ്ട് നടന്ന കുട്ടികൾ അതൊക്കെ ഒരു വശത്ത് മാറ്റി വെച്ച് ഇന്ന് എന്താണ്? മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ട് അല്ലേ? അടിമയായി മാറി ഫുൾ ടൈം എന്ത് ചെയ്യാണ്? അവർക്ക് കളികളൊന്നും ഇല്ല. അവർക്കുടെ മാനസികമായ ശാരീരികമായ വളർച്ചയൊന്നും അവരിൽ ഉണ്ടാവുന്നില്ല. ഇത്തരം ഇങ്ങനെ മൊബൈൽ ഫോണിനൊക്കെ അഡിക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ ഇന്ന് ആത്മഹത്യയിലേക്കും ഒക്കെ പോകുന്നത്. അവർക്ക് മാനസികമായിട്ടുള്ള വളർച്ചയില്ല, ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും അവർക്ക് കഴിയുന്നില്ല അല്ലെ? അവർക്ക് അവരുടെ ശാരീരിക ഉന്നമനം ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ്? ഇത്തരം കാര്യങ്ങൾ തെറ്റാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതിനൊരു പ്രതികരണം തയ്യാറാക്കുകയാണ് വേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിവരണം തയ്യാറാക്കുക. ചവിട്ടുനാടകം. ആദ്യ അവസാനം സംഗീതാത്മകമായ നൃത്തനാടകമാണ് ചവിട്ടുനാടകം. അഭിനേതാക്കൾ ഭാവം ഉൾക്കൊണ്ട് പാടി അഭിനയിക്കുന്നു. കലാപരമായി വളരെ മേന്മയുള്ളവയാണ് ചവിട്ടുനാടകത്തിന്റെ വേഷങ്ങൾ. ഒരു കലാരൂപമായ ചവിട്ടുനാടകത്തിന്റെ സൂചനകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കാം. ചവിട്ടുനാടകം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ കഥകളി ആവാം, നാടോടി നൃത്തങ്ങളാവാം, അല്ലെങ്കിൽ ഭരതനാട്യമാവാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതല്ലെങ്കിൽ വേറെ ഒപ്പന, കൊൽക്കളി, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കലാരൂപത്തിന്റെ വിവരണം ഇതുപോലെ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നാലാമത്തേല് ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരുന്നത്. ഹൈ പവർ സിയ. കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മത്സരവേദിയിൽ എത്താതെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന ഒരു വിദ്യാർത്ഥി മത്സരത്തിൽ പങ്കെടുത്തു, എ ഗ്രേഡും നേടി. സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്ന ആദ്യ മത്സരാർത്ഥിയായി മാറി കാസർഗോഡ് പടന്ന VKPKHMRV ഹയർ സെക്കൻഡറി സ്കൂളിലെ സിയ ഫാത്തിമ. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ മികവിൽ ഒരു കുഞ്ഞിന്റെ കണ്ണീരിനൊപ്പം ചേർന്ന് നിന്ന മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായി കൂടി ഇതിനെ കാണാം. തന്നിരിക്കുന്ന വാർത്തയെ ആസ്പദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. അതെ, നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലേ, ഈ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഗുണവും വരുത്തുന്നുണ്ട്, ദോഷവും വരുത്തുന്നുണ്ട്. അതേ നമ്മുടെ ദോഷങ്ങൾ പറഞ്ഞതുപോലെ ഗുണവും, ഇപ്പൊ ഈ കുട്ടിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷെ അവളുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടി അവളെ സഹായിച്ചത് ഈ സാങ്കേതിക വിദ്യ തന്നെയാണ് അല്ലേ? അപ്പൊ അത്രയും ദൂരെ ഇരുന്ന് കൊണ്ട് അവൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടും എ ഗ്രേഡ് നേടാനായിട്ടും സാധിച്ചു. അത് സാങ്കേതിക വിദ്യ മാത്രമല്ല, അവരോടൊപ്പം ചേർന്ന് നിന്ന് ആ കണ്ണിനോടൊപ്പം ചേർന്ന മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകം കൂടിയാണ് ഇത്. അപ്പൊ ഇതിനെ ആസ്പദമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ലേഖനം. ലേഖനം എന്ന് പറയുന്നത് സിനിമ ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലല്ലോ. സാമൂഹ്യ രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികളിൽ സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ലേഖനം തയ്യാറാക്കുക. അപ്പോൾ സിനിമ എന്ന വിഷയം കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, നമുക്കറിയാം സിനിമ നല്ലതിനും ചീത്തയ്ക്കും നമുക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾ അടികൂടുന്നതും മറ്റതും ഒക്കെയാണ് സിനിമയിൽ നിന്ന് ഉൾക്കൊണ്ട സ്വാധീനം മൂലമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ എന്താണ്, ഒരുപാട് കൊലപാതകങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഓരോ സിനിമയിൽ ഇൻസ്പയർ ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ നല്ല കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരാറുണ്ട് അല്ലേ? അതായത് നമ്മുടെ ജീവിതവുമായി നമ്മളതിനെ കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ കണ്ണീര് വരുന്നത്, സ്നേഹം തോന്നാറുണ്ട്. അപ്പോൾ സിനിമ നല്ലതും ചീത്തയുമായിട്ടും കുട്ടികളുടെ സ്വാധീനം ഉണ്ടാക്കാറുണ്ട്.
അപ്പം അതിനെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവചരിത്രക്കുറിപ്പ് ആരെക്കുറിച്ചാണ്? PK പാറക്കടവ്. PK പാറക്കടവിൻ്റെ ഇതാണ് എഴുതേണ്ടത്. അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ വടകര പൊന്നങ്കോട് ഹസൻ മറിയം ദമ്പതികളുടെ മകനാണ്. 1952 ഒക്ടോബർ 15 അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. പിന്നെ മലയാളം മിനിക്കഥ സാഹിത്യത്തിലെ അതിപ്രശസ്തനായ എഴുത്തുകാരനാണ് അദ്ദേഹം. മൗനത്തിന്റെ നിലവിളി, ഇരട്ട മിഠായികൾ, മീസൺ കല്ലുകളുടെ കാവൽ, ഇടിമിന്നലുകളുടെ പ്രണയം ഇതൊക്കെ അദ്ദേഹത്തിന്റെ രചനകളാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും ഹിന്ദി, മറാഠി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് വിവർത്തനായിട്ടും അദ്ദേഹം പങ്കു വഹിച്ചിട്ടുണ്ട്. SK പൊറ്റക്കാട് അവാർഡ്, അബുദാബി അരങ്ങ സാഹിത്യ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി സമഭാവന പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹം നേടിയ അവാർഡുകളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി PK പാറക്കടവിനെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.